ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വിദേശത്തേക്ക് ജോലി നോക്കുന്നവർ ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജുകളിൽ ഇപ്പോൾ നടക്കുന്ന ചൂടേറിയ ഒരു വാർത്തയാണ്. ഓക്കെ, ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കുള്ള നേഴ്സുമാരുടെ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ വന്ന മാറ്റം ജൂലൈ 1 മുതൽ അതിൽ സീരിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ പോലെ UK-യിൽ നിന്നോ അയർലൻഡിൽ നിന്നോ ഒക്കെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ന്യൂസിലൻഡ് രജിസ്ട്രേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും അതിനെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ജൂലൈ 1 മുതൽ നടക്കില്ല എന്നുള്ള കാര്യം ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ വിശദമായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അത് ജൂലൈ 1 മുതൽ അത് പ്രായോഗികമാവുകയും ചെയ്തു. അതോടൊപ്പം ഓസ്ട്രേലിയയിലും ഇപ്പോൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സൊക്കെ കുറച്ച് സ്പീഡ് കുറഞ്ഞ രീതിയിൽ അല്ലെ മന്ദഗതിയിലായിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം ഒന്ന് അവരുടെ ആനുവൽ ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജൂൺ മാസം ആനുവൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ്ങും കാര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. എങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം ഒരു രാജ്യത്ത് അവർക്ക് കോവിഡ് വന്നതിന് ശേഷം അത് ന്യൂസിലൻഡിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും മറ്റ് പല ഈവൻ US ആണെങ്കിലും UK ആണെങ്കിലും എല്ലാവരും ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും. അതുകൊണ്ട് ഒത്തിരി ഹെൽത്ത് വർക്കേഴ്സിന്, അത് ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ആണെങ്കിലും ഒത്തിരി പേരെ അവർ റിക്രൂട്ട് ചെയ്തു. ഇതിൻ്റെ ഉപകാരം പ്രധാനമായിട്ടും ഉണ്ടായത് ഇന്ത്യയും അതുപോലെ ഫിലിപ്പൈൻസും ചൈനയും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കോവിഡൊക്കെ മാറി കാര്യങ്ങൾ ഏകദേശം സ്റ്റേബിളായി വന്നപ്പോൾ, അതായത് അവർക്കുണ്ടായിരുന്ന ഡിമാൻഡിൻ്റെ ഭൂരിഭാഗവും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഫില്ലായി കഴിഞ്ഞപ്പോൾ അവർ ആ പ്രോസസ്സ് കുറച്ച് മന്ദഗതിയിലാക്കി. ഇപ്പം ന്യൂസിലൻഡിലാണെങ്കിൽ അവർ പറഞ്ഞു, ഇൻ്റർനാഷണൽ നേഴ്സസ് അത്രയും വലിയ ക്വാളിഫൈഡ് അല്ല, അവർക്ക് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഇല്ല. സ്റ്റിൽ എങ്കിലും അവരവിടെ ക്യാപ്പ് ചെയ്ത് രജിസ്ട്രേഷൻ കിട്ടി. ഒത്തിരി പേര് പക്ഷേ ജോലി ഇല്ലാതെ നടക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റിയിട്ട് ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലും ഈ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഓസ്ട്രേലിയയിൽ ഓപ്പണിംഗ് ഇല്ല എന്നല്ല. ഇപ്പോഴും ഒത്തിരി റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവർ ന്യൂസിലൻഡ് വഴി വരുന്ന ആൾക്കാരെ അവർ പ്രിഫർ ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ വന്നിട്ടുണ്ട്. അത് സത്യാവസ്ഥ തന്നെയാണ്. അത് ഏജ്ഡ് കെയറിലാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും ആ ഒരു പ്രകടമായ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ വിദേശത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും ന്യൂസിലൻഡിൽ വന്ന് ക്യാപ്പ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനായിട്ട് അവർക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഓസ്ട്രേലിയ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ അയർലൻഡിൽ നിന്നും UK-യിൽ നിന്നും അവിടെ എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെയാണ്. ഇപ്പോൾ ന്യൂസിലൻഡിലെ സിസ്റ്റം ഓൾറെഡി മാറുകയും ചെയ്തു. അതുകൊണ്ട് ഇനി പെട്ടെന്ന് ന്യൂസിലൻഡ് വഴി കറങ്ങി ഓസ്ട്രേലിയയിൽ വരിക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. എങ്കിലും ബാലികേറ മലയൊന്നുമല്ല, നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല, തീർച്ചയായിട്ടും നടക്കും. ഓസ്ട്രേലിയയിൽ ഒത്തിരി ഓപ്പണിംഗ് ഉണ്ട് താനും. പക്ഷേ റീസെൻ്റ് ആയിട്ട് അവർ വിസ പ്രോസസ്സിംഗ് കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്. അത് 186 ആണെങ്കിലും 482 ആണെങ്കിലും കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഈവൻ ഇവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർ 6 മാസവും 1 വർഷവും 2 വർഷവും കഴിഞ്ഞിട്ട് 186-ന് പ്രോസസ്സ് ചെയ്താൽ പോലും അത് പ്രോസസ്സ് ആകാൻ സമയമാവുന്നുണ്ട്. അപ്ലൈ ചെയ്താലും പ്രോസസ്സ് ആകാൻ സമയമെടുക്കുന്നുണ്ട്. അതോടൊപ്പം 190-യും 189-ഉം 191-ഉം അങ്ങനെ കുറേ വിസ കാറ്റഗറി ഉണ്ട്. അപ്പോൾ അത് സ്കിൽഡ് മൈഗ്രേഷൻ ആണ്. അപ്പോൾ അത് റീജിയണൽ സ്കിൽഡ് മൈഗ്രേഷനും സ്റ്റേറ്റ് വൈസ് ഉള്ള സ്കിൽഡ് മൈഗ്രേഷനൊക്കെയാണ്. അപ്പോൾ ആ വഴി നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ആ വഴി നോക്കുക. കാരണം നമുക്കറിയാം, ഒരു രാജ്യം വേറൊരു രാജ്യത്ത് നിന്ന് ആൾക്കാരെ ജോലിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവർ ഉറപ്പായിട്ടും സ്കിൽഡ് ആയിരിക്കണം. ഇവർക്ക് എന്ത് സ്കിൽഡിലാണോ ഷോർട്ടേജ് ഉള്ളത് ആ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും അവർ റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ പഴയ പോലെ ഉള്ള ആ ഒരു ബൾക്ക് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു 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 തള്ളിക്കയറ്റം അത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. എങ്കിലും ആരും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും വിസ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് കയറി വരാൻ പറ്റുമെങ്കിൽ കയറി. ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ വിസിറ്റ് മിസ് ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐദർ 482 ഓർ 186. 186-ന് വേണ്ടി തന്നെ ഇനി വാശി പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട. അതിൻ്റെ പോസിബിലിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 482 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കയറി വരിക എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ എല്ലാവരും കീപ്പ് ഓൺ ട്രൈങ്. മാറ്റങ്ങൾ ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മാറ്റങ്ങൾ വന്ന് ഒരു ഓപ്പണിംഗ് ഒന്നും ഇല്ലാതെ വന്നതാണ്. വീണ്ടും സിറ്റുവേഷൻ മാറി. അപ്പോൾ ആരും നിരാശപ്പെടാതിരിക്കുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കീപ്പ് ഓൺ ട്രൈയിങ്. സോ ഒരു ദിവസം വൺ ഡേ നമ്മുടെ കാര്യവും നടക്കും എന്ന് പറഞ്ഞതുപോലെ എവറിത്തിങ് വിൽ ഹാപ്പൻ. ബി പോസിറ്റീവ്, കീപ്പ് ഓൺ ട്രൈയിങ്. താങ്ക് യു വെരി മച്ച്.